ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ മനസ്സിൻ്റെ മാലിന്യങ്ങളാണ് നമ്മുടെ ശരീരത്തെയും വലിച്ചുകൊണ്ട് മനസ്സ് ലോകം മുഴുവൻ ചുറ്റുന്നത്. പലതരത്തിലുള്ള ആഗ്രഹങ്ങളുടെ സമാഹാരം നമ്മുടെ മനസ്സിനെ ബാധിക്കുമ്പോൾ മനസ്സ് ദേഹത്തെയും വഹിച്ചു കൊണ്ടുപോകുന്നു. എന്നിട്ട് അവസാനം ക്ലേശങ്ങളെയും വഹിച്ചുകൊണ്ടാണ് തിരിച്ചു വരുന്നത്. അങ്ങനെ ജീവിതത്തെ നിത്യനരകത്തിലാഴ്ത്താൻ ഈ മനസ്സിലെ മാലിന്യങ്ങൾക്ക് കഴിയും. എന്തൊക്കെയാണ് ആ മാലിന്യങ്ങൾ? അഷ്ടരാഗങ്ങൾ എന്ന് പറയുന്നു, ഷഡ്വൈരികൾ എന്ന് പറയുന്നു. കാമ, ക്രോധ, മത, മത്സര്യ, അഹങ്കാരം, ഡംബ്, രാഗ, ദ്വേഷം മുതലായി ഒരുപാട് എണ്ണങ്ങളുണ്ട്. അവരങ്ങനെ പെറ്റുപെരുകിക്കൊണ്ട് വളർന്ന് മനസ്സ് മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. നല്ല ഗുണങ്ങൾക്ക് അല്പം പോലും അവിടെ സ്ഥലം ഇല്ലാതെയായി തീരുമ്പോൾ ജീവിതം നരകമയമായി തീരും. അതുകൊണ്ടൊരു കവി പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ, എൻ്റെ മനസ്സിൽ അത്തരത്തിലുള്ള ആ മാലിന്യങ്ങളെ അകറ്റിത്തരണേ എന്ന്. ക്രോധവും മമ, മോഹവും മമ, മറ്റുമുള്ളകദോഷവും, വ്യാധിയും മമ, ബാധയും മമ, ആധിയേയുമകറ്റണേ. സാധുവാണടിയൻ ഭവാനൊരു സാധുരക്ഷകനും വിഭോ, ബോധഹീനത കൊണ്ടു ചെയ്തതു സർവമങ്ങു സഹിക്കണം. ക്രോധവും മമ, മോഹവും. ക്രോധവും എൻ്റെ, മമ എൻ്റെ ദേഷ്യവും എൻ്റെ മോഹവും. മോഹം എന്ന് പറഞ്ഞാൽ തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയ്ക്കാണ് മോഹം എന്ന് പറയുന്നത്. തെറ്റിനെ ശരിയായും ശരിയെ തെറ്റായും ധരിക്കും. ക്രോധം എന്ന് പറഞ്ഞാൽ ആഗ്രഹത്തിൽ നിന്നാണ് ക്രോധം ഉണ്ടാകുന്നത്. കാമാൽ ക്രോധോഭിജായതേ. കാമം കൊണ്ട്, കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം, ഇന്നതുപോലെ ആവണം എന്ന ആഗ്രഹം ഉണ്ടായാൽ അതിന് വിപരീതമായി നടക്കുമ്പോൾ ഉണ്ടാകുന്ന വികാരമാണ് ക്രോധം. അപ്പോൾ കാമത്തിൻ്റെ കൂടെയുണ്ട് ക്രോധം. ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെയാണ് കാമവും ക്രോധവും. അപ്പം പിന്നീട് എന്താ? ക്രോധവും മമ, മോഹവും മമ, മറ്റുമുള്ളകദോഷവും. മറ്റനേകം ദോഷങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. അതാണ് നമ്മുടെ വ്യാധി. വ്യാധി എന്നാൽ പലതരത്തിലുള്ള രോഗങ്ങൾ. വ്യാധിയും മമ, ബാധയേയുമകറ്റണേ. ബാധ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള മാനസികമായ പ്രശ്നങ്ങളെ കൊണ്ട് നാം ദുഃഖിക്കുന്നത്. അതുപോലെ അന്യമായ വ്യക്തികളിൽ നിന്നും വസ്തുക്കളിൽ നിന്നും ഉണ്ടാവുന്ന ദുഃഖം, അതിന് ബാധ എന്ന് പറയുന്നു. ആധിയേയുമകറ്റണേ. ആധി എന്ന് പറഞ്ഞാൽ ദുഃഖം തന്നെയാണ്. വ്യാധിയും ആധിയും. വ്യാധി ശരീരത്തിനും ആധി മനസ്സിനുമാണ്. മനസ്സിൻ്റെ ആധിയാണ് ശരീരത്തിന് വ്യാധിയായി മാറുന്നത്. ചില രോഗങ്ങൾ, ആധി കൊണ്ടുവരുന്ന രോഗങ്ങൾ എത്ര മരുന്ന് പ്രയോഗിച്ചാലും ശമിക്കുകയില്ല. അതിനാൽ ആധി കൊണ്ടുള്ള മരുന്നിന് ആ മനസ്സിൻ്റെ ആധിയെ ഇല്ലാതെയാക്കുമ്പോൾ ആ രോഗം തനിയെ ശമിച്ചു പോകും. അതിനാൽ ആധി, വ്യാധി, ബാധ. ബാധ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്നും നമുക്ക് ഏൽക്കേണ്ടി വരുന്ന എല്ലാം തന്നെ, അതിനാണ് ബാധ എന്ന് പറയുന്നത്. ക്രോധവും മമ, മോഹവും മമ, മറ്റുമുള്ളകദോഷവും, വ്യാധിയും മമ, ബാധയും മമ, ആധിയേയുമകറ്റണേ. സാധുവാണടിയൻ ഭവാനൊരു സാധുരക്ഷകനും വിഭോ. ഞാനൊരു സാധുവാണ്,
അങ്ങ് സാധുക്കളെ സംരക്ഷിക്കുന്നവനുമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്ത തെറ്റുകളെല്ലാം അങ്ങ് ക്ഷമിക്കണേ. കുട്ടികൾ തെറ്റ് ചെയ്താൽ ആ തെറ്റ് മാതാപിതാക്കൾ ക്ഷമിക്കുന്നത് പോലെ സാധുവായിരിക്കുന്ന അടിയൻ ചെയ്ത തെറ്റുകളെ അവിടുന്ന് ക്ഷമിക്കണേ, അവിടുന്ന് സഹിക്കണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അഹങ്കാരം ഇല്ലാത്ത ഒരു മനോഭാവത്തെ കാണിക്കുന്നതാണ്. ദൈവത്തിൽ സർവവും സമർപ്പിക്കുമ്പോൾ ഞാനെന്ന തോന്നൽ അവിടെ ഇല്ലാതെയാകുന്നു. അതിനാണ് സർവസമർപ്പണം എന്ന് പറയുന്നത്. ആ സർവസമർപ്പണമാണ് മഹാബലി വാമനനോട് ചെയ്തത്. തൻ്റെ രാജ്യം മുഴുവൻ കൊടുക്കുന്നു എന്ന വ്യാജേന 3 അടി മണ്ണാണ് ചോദിച്ചത് വാമനൻ. ആ 3 അടി മണ്ണ് ചോദിച്ചപ്പോൾ 3 അല്ല, ഒരു രാജ്യം ചോദിച്ചോളൂ, തരാം എന്ന് പറഞ്ഞു. അപ്പോൾ വാമനൻ എന്ത് പറഞ്ഞു? എനിക്കതൊന്നും ആവശ്യമില്ല. 3 അടി കൊണ്ട് തൃപ്തിപ്പെടാത്ത ഒരാൾ 3 ലോകം കിട്ടിയാലും തൃപ്തിപ്പെടില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ കുഞ്ഞിക്കാല് കൊണ്ട് നടക്കുന്ന 3 അടി മണ്ണ് മതി എന്ന് പറഞ്ഞ് അത് കൊടുത്ത് മഹാബലി സത്യം ചെയ്തു. ഭഗവാൻ ആ സമയത്ത് അങ്ങ് വളർന്നു. 2 അടി കൊണ്ട് അയാൾക്ക് ഏതെല്ലാം ലോകങ്ങളുണ്ടോ 14 ഭൂലോകം, ഭോർലോകം, സ്വർഗലോകം, ത്രൈലോക്യാധിപതിയാണ് മഹാബലി എന്ന് അഹങ്കരിച്ചിരുന്നു. അത് മുഴുവൻ 2 അടി കൊണ്ട് അളന്നു. 3ാമത്തെ അടിക്ക് സ്ഥലമില്ലാതെയായി. വാക്ക് പാലിക്കണം, സത്യം പാലിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇതാ അടിയൻ്റെ ശിരസിൽ 3ാമത്തെ അടി അങ്ങടന്നെടുത്താലും എന്ന്. ആ എൻ്റേതിനെ മുഴുവൻ സമർപ്പിച്ചു, എന്നെ അവിടെ ബാക്കി നിർത്തിക്കൊണ്ട്. അവിടെ മഹാബലിക്ക് ഭഗവാനെ എൻ്റേതിനൊന്നും വേണ്ട, അത് നമ്മളതല്ല, അതൊക്കെ ഭഗവാന്റെയാണ്, നമ്മളും ഭഗവാന്റെയാണ്. ആ ബോധമാണ് ഇവിടെ സമർപ്പണം എന്ന് പറയുന്നത്. ആ 3ാമത്തെ അടി കൊണ്ട് എന്നെ കൂടെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്തായി? സർവസമർപ്പണമാണ് ഭഗവാൻ സ്വീകരിച്ചത്. തൻ്റെ ശിരസിൽ തന്നെ ഭഗവാന് സമർപ്പിച്ചതോടുകൂടി ഈശ്വരമയമായി തീർന്നു. മഹാബലി സുതലത്തിന് അർഹനായി. സുതലം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായതെന്തോ അതാ ബ്രഹ്മപദം തന്നെയാണ്. ഞാനും എൻ്റേതിനെയും ഭഗവാൻ സമർപ്പിക്കണം. എന്നെ തന്നെയും എൻ്റേതിനെയും ഭഗവാൻ സമർപ്പിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായത് ആ ബ്രഹ്മപദമാണ്. ആ ബ്രഹ്മപദമാണ് മഹാബലിക്ക് ഭഗവാൻ കൊടുത്തത്. അതാണ് ഇവിടെ ആ ഒരു വിനയഭാവം നമ്മുടെ മനസ്സിൽ വരണം. ക്രോധവും മമ, മോഹവും മമ, മറ്റുമുള്ള ദോഷവും വ്യാധിയും മമ, ബാധയും മമ, ആധിയേയുമകറ്റണേ. സാധുവാണടിയൻ ഭവാനൊരു സാധുരക്ഷകനും വിഭോ, ബോധഹീനത കൊണ്ടു ചെയ്തതു സർവമങ്ങു സഹിക്കണേ. ഹരേ കൃഷ്ണ, ഹരേ ഹരേ.